3 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് തോമസ് കുരുവിള മർഡർ കേസിൽ വിധി വരുന്നത്. വാദപ്രതിവാദങ്ങൾ മുറ പോലെ നടന്നുവെങ്കിലും കേസിന് ആസ്പദമായ തെളിവുകൾ അബിയുടെ ഭാഗം വാദിക്കുന്ന വക്കീലിന് സമർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും നാളായിട്ടും അബിക്ക് ജാമ്യം കിട്ടിയില്ലായിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ തവണ നടന്ന വിസ്താരത്തിൽ വിധി തങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. കാരണം അത്രയും നല്ല രീതിയിൽ അഡ്വക്കേറ്റ് അബിക്ക് അനുകൂലമായി വിധി വന്നേക്കാവുന്ന രീതിയിൽ വാദിച്ചിരുന്നു. കഴിഞ്ഞ മാസം നടന്ന കേസ് വിസ്താരത്തിൻ്റെ വിധി പറയൽ ഇന്നത്തേക്ക് മാറ്റിവെക്കുമായിരുന്നു. ഗൗരി ഗൗരി വരൻ ഇറങ്ങാൻ നേരം ഒന്നുകൂടി ഗൗരിയെ വിളിച്ചു. അവൻ്റെ വിളി കേട്ടതും 3.5 വയസ്സുകാരൻ വാൻഷ് കുഞ്ഞിപ്പല്ലും കാട്ടി അച്ഛ എന്ന് വിളിച്ച് ഓടി വന്നു അവൻ്റെ കാലിൽ മുറുക്കി പിടിച്ചു. ആഹാ, ഇതാരാ? അച്ഛൻ്റെ കുഞ്ഞൂസാണോ? എന്തിനാ ഓടി വന്നത്? അമ്മ കുഞ്ഞൂസിനെ അടിച്ചു. അടിച്ചോ? എന്തിനാ കുഞ്ഞിനെ അടിച്ചത്? നമുക്കേ അമ്മയോട് ചോദിക്കാട്ടോ എന്നും പറഞ്ഞ് കുഞ്ഞിനെ കൈകളിൽ എടുത്തു കുഞ്ഞ് കവിളിൽ ഉമ്മ വെച്ചു. എന്നിട്ട് ഗൗരിയെ വീണ്ടും വിളിച്ചു. ഗൗരി ഗൗരി, നീ ഇതെവിടെയാ? ആ വരുന്നു വരണേട്ടാ എന്നും പറഞ്ഞ് ഗൗരി ദേഷ്യത്തോടെ അങ്ങോട്ട് വന്നതും വാൻഷ് അച്ഛൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി കിടന്നു. എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഗൗരിയുടെ ദേഷ്യം കണ്ടപ്പോഴേ തോന്നി ചെക്കനെന്തോ പണി ഒപ്പിച്ച് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന്. എന്നാലും തല്ലിയത് ചോദിക്കണമല്ലോ എന്ന് കരുതി വരുൺ ഗൗരിക്ക് നേരെ തിരിഞ്ഞു. നീ കുഞ്ഞിനെ അടിച്ചോ? അടിച്ചു. അടിച്ചോന്നോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഗൗരി കുഞ്ഞിനെ അടിക്കാൻ പാടില്ലെന്ന്. അടി കിട്ടാതെ വളർന്നതിൻ്റെയാ അവൻ ഈ കാണിക്കുന്നതൊക്കെയും. നിങ്ങൾ അവനിങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. ഗൗരി, അതിനവൻ കൊച്ചു കുഞ്ഞല്ലേ, കൊഞ്ചിക്കേണ്ട സമയത്തെ കൊഞ്ചിക്കണം. അല്ലാതെ നിന്നെ പോലെ മസിലും പിടിച്ച് നടന്നാലേ കുട്ടികൾക്ക് വാശി കൂടെയുള്ളൂ. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാനെന്തോ ഒലക്ക വെച്ചാണ് അവൻ അടിച്ചതെന്ന്. ഒരു കുഞ്ഞടി, അതും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് മൊത്തം ക്രയോൺസ് വെച്ച് വരഞ്ഞതിന്. ഇനിയിപ്പോൾ 1-2 പേപ്പർ മാത്രം വരയാതെ ബാക്കിയുണ്ട്. ഇനി ഞാൻ ആ കുട്ടികളോട് എന്ത് പറയും? കണക്കായിപ്പോയി. ആൻസർ ഷീറ്റ് നിരത്തി വെച്ച് നീ എവിടെ പോയതായിരുന്നു? അങ്ങനെയല്ല പറഞ്ഞേട്ടാ, ഞാൻ അമ്മ വിളിച്ചപ്പോൾ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി കൊച്ചിനെ എങ്ങാൻ അടിച്ചെന്ന് ഞാൻ അറിഞ്ഞ. ഇത് കേട്ടതും ഗൗരി മുഖം കോട്ടി. എന്നാലും ഇനി ഞാൻ ആ പിള്ളേരോട് എന്ത് പറയും? യൂണിറ്റ് ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് അല്ലേ? എല്ലാവരോടും പറഞ്ഞേക്കെ എല്ലാവർക്കും ഫുൾ മാർക്കെന്ന്. ആൻസർ ഷീറ്റ് വീട്ടിൽ ഫ്രൈം ഇട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അല്ല പിന്നെ, നീ കുഞ്ഞിനെ പിടിച്ചേ. എനിക്ക് പോവാൻ സമയമായി എന്നും പറഞ്ഞ് കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്ത് അവളുടെ കവിളിൽ അമർത്തി മുട്ടി. വരണേട്ട, എന്നല്ലേ വിധി വരുന്നത്? എന്താവും? അപ്പേട്ടനെ വെറുതെ വിടുമോ? വരുൺ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണുള്ളത്. എന്നാലും ഞങ്ങൾക്കൊക്കെ ഉറപ്പാണ് വിധി അബിക്ക് അനുകൂലമായിരിക്കുമെന്ന്. പ്രാർത്ഥിക്ക്. അതും പറഞ്ഞ വരുൺ അവിടെ നിന്ന് ഇറങ്ങി. ഇതേ സമയം ശ്രീയ അബിയുടെ ഫോട്ടോയിലൂടെ പതിയെ വിരലൊടിച്ചു. ഫോട്ടോ ചുണ്ടോട് ചേർത്തതും അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. അബിയേട്ട, ഐ മിസ് യു. എത്ര നാളായി മുഖം കാണാനായി ഞാൻ കൊതിക്കുന്നു. നന്ദൂസി എന്ന വിളി കേൾക്കാനായി ഞാൻ കാതോർക്കുന്നു. ഇന്നും എന്നെ പറ്റിക്കുമോ? ഞാൻ കാത്തിരിക്കുക. ഇന്നും വന്നില്ലേ പിന്നെ നിങ്ങളൊക്കെ എന്നെ ജീവനോടെ കാണില്ല. എനിക്ക് വയ്യ ഇങ്ങനെ ഒരുക്കി തീരാൻ. എനിക്ക് പറ്റുന്നില്ല അബിയേട്ട, നിങ്ങളില്ലാതെ എനിക്ക് പറ്റുന്നില്ല. ഇത് കണ്ടതും കുഞ്ഞിപ്പെണ്ണ് ബെഡിൽ കയറി പിറകിലൂടെ വന്ന് കുഞ്ഞു കയ്യാലെ അവളുടെ കണ്ണുകൾ തുടച്ചു. അമ്മ കരയുവാണോ? അയ്യേ, ഷെയിം ഷെയിം എന്നും പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് വായ പൊത്തി കുലുങ്ങി ചിരിച്ചു. ശേഷം അവളുടെ കയ്യിൽ അബിയുടെ ഫോട്ടോ വാങ്ങി അച്ഛ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്തു. അന്നേരമാണ് വിശാഖ മുറിയിലേക്ക് കയറി വന്നത്. ആഹാ, അല്ലുകുട്ടൻ അച്ഛയ്ക്ക് മാത്രമേ ഉമ്മ കൊടുക്കുള്ളൂ, വിച്ചുമാമക്ക് ഉമ്മ തരില്ലേ എന്നും പറഞ്ഞ് അവളെ കോരിയെടുത്ത് നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. വിച്ചുമാമ അല്ലുകുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ എനിക്കുമ്മ തരില്ലേ? തരൂലോ എന്നും പറഞ്ഞ് അവൻ്റെ കവളിൽ കുഞ്ഞു പെണ്ണ് അമർത്തി മുത്തി. ആ ഗുഡ് ഗേൾ. വിച്ചുമാമ അല്ലുകുട്ടനെ ഒരു സർപ്രൈസ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അല്ലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ്. അതുമായി വിച്ചുമാമ വരുവേ. അന്നേരം വിച്ചുമാമ അല്ലുകുട്ടൻ മറക്കോ? ഹായ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് താ വിച്ചുമാമേ. എന്ത് ഗിഫ്റ്റാ മാമേ? മിഠായാണോ? ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് ഗിഫ്റ്റ് വരും. ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചാലേ, അല്ലുകുട്ടനെ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമാരെയാ? അമ്മയാണോ, അച്ഛനെയാണോ, വിച്ചുമാമയാണോ, അപ്പൂപ്പനെയാണോ, അമ്മൂമ്മയാണോ, അച്ഛമ്മയാണോ, അനുവാൻ്റെയാണോ? ആരെയാ പറ? അച്ഛേ. എന്നാലേ അല്ലുവിൻ്റെ അച്ഛനെയും കൊണ്ട് മാമ വരട്ടെ. സത്യം? ആടക്കുട്ടാ സത്യം. അല്ലുവിൻ്റെ അച്ഛയും കൊണ്ടേ വിച്ചുമാമ വരുള്ളൂ എന്നും പറഞ്ഞത് കുഞ്ഞിപ്പെണ്ണ് തുള്ളിച്ചാടാൻ തുടങ്ങി. വിശാഖേട്ട, എന്തിനാ മോൾക്ക് വേണ്ടാത്ത മോഹങ്ങളൊക്കെയും കൊടുക്കുന്നത്? ഇന്നും ചിലപ്പോൾ ശ്രീയുടെ വാക്കുകൾ മുഴുവനാക്കിയില്ല. നീ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? കഴിഞ്ഞ തവണ നമ്മുടെ അഡ്വക്കേറ്റ് അങ്ങ് കസറിയത് ഞാൻ പറഞ്ഞതല്ലേ. ഒന്നാമതായി കേസിലെ നിർണായക സാക്ഷിയായ വാച്ച്മാൻ നമുക്ക് അനുകൂലമായി മൊഴി മാറ്റി പറഞ്ഞു. രണ്ടാമത്, അന്നേ ദിവസം പരിസര പ്രദേശത്ത് കൂടി ഓടി നടന്ന ബ്ലാക്ക് ഓഡി കാർ ഓടിച്ചത് അഭിയേട്ടൻ ആണെന്നതിന് ഒരു തെളിവുമില്ല.
അഭിയേട്ടൻ കയറുന്നതോ ഇറങ്ങുന്നതോ ഒന്നും CCTV ഫുട്ടേജിൽ പതിഞ്ഞിട്ടില്ല. പിന്നെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അഭിയേട്ടൻ സ്വന്തം വണ്ടി എടുക്കാതെ തോമസ് കുരുവിള സർവീസ് സ്റ്റേഷനിൽ വെക്കാൻ കൊടുത്ത അയാളുടെ തന്നെ ഓടി കാർ എടുത്താണ് അഭിയേട്ടൻ അന്ന് പോയത്. അതുമല്ല, ആ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അയാളുടെ മകൻ എന്ന് പറയുന്ന ജോൺ തോമസ് കുരുവിളയുടെ പേരിലും. അതോടെ കേസിൻ്റെ ഗതി മാറി. അപ്പനെ കൊല്ലാൻ വേണ്ടി രഹസ്യമകൻ തന്നെയാണ് എല്ലാം നടത്തിയതെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് വാദിച്ചു. തോമസ് എവിടെയും ജോൺ തൻ്റെ മകനാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനാൽ അപ്പനും മകനും നല്ല ബന്ധത്തിലല്ലെന്നും തൻ്റെ അമ്മയെ ചതിച്ചതിനാൽ അയാൾ സ്വന്തം അച്ഛനോട് പ്രതികാരം ചെയ്തു എന്നും നമ്മുടെ അഡ്വക്കേറ്റ് വരുത്തി തീർത്തു. സ്റ്റിയറിംഗിലെ ഫിംഗർ പ്രിൻറ്റ് അഭിയേട്ടൻ്റെതായി ഒട്ടും മാച്ചല്ലായിരുന്നു. മേ ബി അഭിയേട്ടൻ ഗ്ലൗ യൂസ് ചെയ്തിരിക്കാം. ഇതൊക്കെ നമ്മൾ മുൻപേ കോടതിയിൽ സമർപ്പിച്ചതാണ്. ഇതിന് പുറമെ കഴിഞ്ഞ തവണ ഒരു വാലിഡ് എവിഡൻറ്റ് കൂടി സമർപ്പിച്ചു. കൊല നടന്ന ദിവസം, അതായത് രാത്രി 10:30-നും 11-നും അഭിയേട്ടൻ നിന്നെയും കൊണ്ട് മിഷൻ ഹോസ്പിറ്റലിലെ ലേബർ റൂമിലായിരുന്നു. അത് നമ്മൾ ഡോക്ടർ ദിവ്യാശങ്കർ, അതായത് നീ എന്ന് കൺസൾട്ട് ചെയ്ത ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു. ഹോസ്പിറ്റൽ റെക്കോർഡ്സിലും ആ ടൈമാണ് രജിസ്റ്റർ ചെയ്തത്. ആ ഡോക്ടറുടെ ഹസ്ബൻഡ് ഡോക്ടർ ശങ്കറാണ് ആ മിഷൻ ഹോസ്പിറ്റൽ MD. ഈ ദിവ്യ നമ്മുടെ ഹർഷൻ സാറിൻ്റെ വൈഫ് ദീപ്തിയുടെ ഫ്രണ്ടാണ്. ദീപ്തി പറഞ്ഞത് പ്രകാരമാണ് ഡോക്ടർ അന്ന് കോടതിയിൽ വന്നത്. ഡോക്ടർ ആദ്യം ചില ഉടക്ക് പറഞ്ഞെങ്കിലും പിന്നീട് സമ്മതിച്ചു. പിന്നെ ഏറ്റവും വലിയ സംഭവം ഏതാണെന്ന് വെച്ചാൽ, ആ വാച്ച്മാനെ നമ്മൾ പൊക്കി സത്യം പറയിപ്പിച്ചു. അന്ന് അഭിയേട്ടൻ അവിടെ കണ്ടു എന്ന് ജോൺ അയാളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്നും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞെന്നും അയാൾ കോടതിയിൽ സമ്മതിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമാണ് ഇതിൽ സത്യം എന്ന് പറയാനുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണല്ലോ. അന്നേരം വാച്ച്മാൻ അവിടെ ഇല്ലായിരുന്നു. കെട്ട്യൂൻ പ്ലാൻഡായിട്ടാണ് എല്ലാം ചെയ്തു വെച്ചത്. പക്ഷെ അതിനിടയിലെ പോലീസ് ശരിക്കും കളിച്ചു. അതാണ് കേസിൻ്റെ വിധി വരാൻ ഇത്രയും ഡിലേ ആയത്. ജാമ്യം പോലും കിട്ടാത്തതും അതുകൊണ്ടാണ്. ഇന്നെന്തായാലും നമ്മൾ ജയിക്കും, നീ നോക്കിക്കോ. വരുൺ സാറിൻ്റെ ഇതിന് പിന്നിലെ മാസ്റ്റർ ബ്രൈൻ, കൂടെ ഹർഷൻ സാറും. ഇനി മതി കരഞ്ഞത്, നീ വരുന്നുണ്ടോ കോടതിയിലേക്ക്? വിശാഖത് ചോദിച്ചതും ശ്രീയ ഇല്ലെന്ന് തലയനക്കി. എന്നാൽ ശരി, സമാധാനമായിരിക്കും എന്നും പറഞ്ഞ് വിശാഖ് കുഞ്ഞിനെ എടുത്ത് മുറിവിട്ടിറങ്ങി. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം പോലെ വിധി അബിക്ക് അനുകൂലമായി വന്നു. അബി കുറ്റം ചെയ്തു എന്ന് എതിർഭാഗം വക്കീലിന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അബിയെ കേസിൽ നിന്ന് വെറുതെ വിട്ടു. വിശാഖിനും വരുണിനൊപ്പാണ് അബി വീട്ടിലേക്ക് തിരിച്ചത്. വിശാഖാണ് ഡ്രൈവ് ചെയ്യുന്നത്. വരുൺ കോ ഡ്രൈവിംഗ് സീറ്റിലും അബിയാണെങ്കിൽ പിറകിലിരുന്ന സീറ്റിൽ ചാരിയിടുന്ന് കണ്ണടച്ച് കിടപ്പാണ്. അബിയേട്ടോയ്, എന്തേ സ്വപ്നം കാണുക? 3 കൊല്ലം സ്വപ്നം കണ്ടത് പോരാഞ്ഞിട്ടാണോ ഇനിയും കിടന്ന് സ്വപ്നം കാണുന്നത്? അതല്ലടാ, എൻ്റെ കുഞ്ഞിനെ കാണുന്ന ആ നിമിഷം ഞാൻ ഓർത്തു നോക്കിയതാ. എടാ, അവൾക്ക് എന്നെ അറിയോടാ? പിന്നെ അറിയാതെ, അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളുടെ അച്ഛനെയാണ്, പിന്നെ എന്നെയും. എടാ, നീ വണ്ടി ഏതെങ്കിലും ബാർബർ ഷോപ്പിന് മുന്നിൽ നിർത്തിക്കേ. എൻ്റെ ഈ താടിയും മുടിയും കണ്ടാലേ എൻ്റെ കൊച്ചു പേടിക്കും. അതോർത്ത് അഭിയേട്ടൻ പേടിക്കണ്ട. അവൾ നിങ്ങളെക്കാളും വലിയ പുള്ളിയായാണ് കൂട്ട്. ഹൽക്കും ഡ്രാക്കുളയൊക്കെയാണ് അവളുടെ ഇഷ്ട ക്യാരക്ടേഴ്സ്. അതൊക്കെ കണ്ട് പേടിക്കാത്ത കൊച്ച നിങ്ങളെ കണ്ട് പേടിക്കാൻ പോകുന്നത്. എടാ, എൻ്റെ കൊച്ചിനെ നീയൊക്കെ കൂടി ഒരുവിധം ആക്കിയല്ലേ? തീർച്ചയായും. മിക്കവാറും അത് ജൂനിയർ ശ്രേയ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഡാ, ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. ഇത് കേട്ടതും വരുൺ ചിരിച്ചു പോയി. അച്ഛനെ കണ്ട് കുഞ്ഞ് പേടിക്കാതിരിക്കാൻ അബി താടിയും മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോയത്. വിശാഖിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അബി പോയത്. കാരണം അവിടെയാണ് ശ്രേയ മോൾ ഉള്ളത്. അബിയെ വെറുതെ വിട്ടു എന്ന് ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നു. വരുൺ വഴിയിലിറങ്ങി അവൻ്റെ വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോയി. വിശാഖ് വണ്ടി വീടിൻ്റെ മുറ്റത്ത് നിർത്തി അബിയെ ഒന്ന് നോക്കി. ഇറങ്ങ അബിയേട്ടാ. അബി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു വണ്ടിയിൽ നിന്നിറങ്ങി. ശിവദാസനും നന്ദിനിയമ്മയും വീടിൻ്റെ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. അബിയെ കണ്ടതും ശിവദാസൻ കെട്ടിപ്പിടിച്ചു. നീ അങ്ങ് ക്ഷീണിച്ചു പോയില്ലടാ മോനെ. അത് കേട്ടതും അബി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അബിയേട്ടന് ഗോതമ്പ് കൊണ്ട് പിടിച്ചു കാണില്ല അല്ലേ അബിയേട്ടാ? പോടാ, നിന്റെ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലേ? നന്ദിനി അമ്മയും അവൻ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും കണ്ണുകൾ ആർക്കൊക്കെയോ വേണ്ടി അലഞ്ഞു. അപ്പോഴാണ് സ്വർണ്ണ കൊലുസണിഞ്ഞ 2 കുഞ്ഞിക്കാലുകൾ അബി കാണുന്നത്. അങ്ങോട്ട് നോക്കി അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒറ്റ നോട്ടത്തിൽ കുഞ്ഞു ശ്രേയ അങ്ങനെ പറയുള്ളൂ. കുലുങ്ങി ചിരിച്ചുകൊണ്ട് വരുന്ന മാലാഖയെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. വിച്ചുമാമേ, എവിടെയാ ഗിഫ്റ്റ്? എന്നെ പറ്റിച്ചൂലേ? അതും പറഞ്ഞ് വിശാഖിന് നേരെ വരുന്ന കുഞ്ഞു പെണ്ണിനെ കണ്ടു അബി ഇളം പുഞ്ചിരിയോടെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ അബിയെ ശ്രദ്ധിച്ചില്ലായിരുന്നു. വിശാഖ് അവളെ കൈകളിലെടുത്ത് അബിക്ക് നേരെ തിരിഞ്ഞു. ദേ, ഇതാരാണെന്ന് നോക്കിക്കേ. അല്ലുകുട്ടിനെ അറിയോ ഇതാരാണെന്ന്? ആ കുഞ്ഞും അബിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അബി ആ കുഞ്ഞിൻ്റെ മറുപടിക്കായി കാതോർത്തു. അറിയാം. ആരാന്ന് പറഞ്ഞേ? വിശാഖ് വീണ്ടും ചോദിച്ചു. അച്ഛൻ. അത് കേട്ടതും അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കുഞ്ഞിന് നേരെ കൈ ഉയർത്തി വിളിച്ചതും അവൾ വിശാഖിനെ ഒന്ന് നോക്കി. അല്ലുകുട്ടൻ്റെ അച്ഛയല്ലേ വിളിക്കുന്നത്? ചെല്ലി എന്ന് പറഞ്ഞതും അല്ല അബിയുടെ കൈകളിലേക്ക് പോയി. അവളുടെ മുഖമാകെ അവൻ മതിവരവോളം ചുംബിച്ചു. മോൾ അച്ഛനൊന്ന് വിളിച്ചേ, അച്ഛന് കേൾക്കാനുള്ള കൊതി കൊണ്ടാവാവേ.
അച്ഛേ, ആ കുഞ്ഞ് നീട്ടി വിളിച്ചു. അച്ഛേ, അവൾ ഒന്നുകൂടെ വിളിച്ചു. എന്താടാ പൊന്നെ? ഐ ലവ് യു അച്ഛേ, ഐ മിസ് യു അച്ഛേ എന്നും പറഞ്ഞ് അല്ലു അബിയുടെ കവിളിൽ അമർത്തി മുത്തി. ലവ് യു ടു ഡിയർ. അച്ഛയുടെ അല്ലൂസ് ഗുഡ് ഗേൾ ആണല്ലോ. ആരാ മോൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്? അമ്മയാ. അമ്മ പറഞ്ഞു അച്ഛനെ കാണുമ്പോൾ കിസ് ചെയ്യണം, ഐ ലവ് യു പറയണം, ഐ മിസ് യു പറയണം എന്നൊക്കെ. എന്നിട്ട് അമ്മ എവിടെ? അച്ഛൻ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് അബി അവരേക്കൊന്ന് നോക്കി അകത്ത് കയറി. അച്ഛയോട് പിണക്കാണെന്ന്. അച്ഛയുടെ ഫോട്ടോ നോക്കി എന്നും കരയും, ഉമ്മ വെക്കും, കെട്ടിപ്പിടിച്ച് ഉറങ്ങും. ആണോ? എന്നിട്ട് അമ്മ എവിടെ? ദോ അവിടെ. അല്ലു സ്റ്റെയറിന് മുകളിലെ ഭാഗം ചൂണ്ടിക്കാണിച്ചതും അബി അങ്ങോട്ട് നോക്കി. അബിയെ കണ്ടതും ശ്രേയ മുറിയിലേക്ക് ഓടി. അല്ലുവിനെയും നെഞ്ചോട് ചേർത്തു അബി അവൾ കിടക്കുന്ന മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്ന അബി കാണുന്നത് വിൻഡോയോട് ചേർന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ശ്രേയയെ. അബി ഡോറടിച്ചു ലോക്ക് ചെയ്ത് അല്ലുവിനെ ബെഡിലെത്തി പറഞ്ഞു, അച്ഛയുടെ കുഞ്ഞിപ്പെണ്ണി ഇവിടെ ഇരിക്കണേ, ഇപ്പൊ എടുക്കാവേ എന്നും പറഞ്ഞു അല്ലുവിൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി ശ്രേയയുടെ അരികിൽ ചെന്നു. അവൾ അതേപോലെ നിൽപ്പാണ്. അവളുടെ വയറിലൂടെ കൈയിട്ടു വിരിഞ്ഞു മുറുക്കി അവളുടെ തോളിൽ മുഖം ചേർത്ത് വെച്ചു. നന്ദൂസേ, പിണക്കാണോ? പറയാതെ പോയതിനാണോ ഈ പരിഭവം? ഞാൻ 3 വർഷം മനഃപൂർവ്വം മുങ്ങിയതാ. നീയല്ലേ പറഞ്ഞത് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന്? അതൊക്കെ ഭയന്ന് ഞാനൊന്ന് മാറി നിന്നതല്ലേ. എന്നെ കൊണ്ട് വാവയെ കുളിപ്പിക്കാനോ ഫുഡ് കൊടുക്കാനോ ഉറക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങോട്ട് നൈസായി മുങ്ങി. അതുകൊണ്ട് എൻ്റെ നന്ദു ആകെ മാറിയെന്ന് ഞാൻ അറിഞ്ഞു. കാഴ്ചയിൽ നീ വലിയ പെണ്ണായതുപോലെ എൻ്റെ പഴയ കാന്താരി പെണ്ണയിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. ഡിഗ്രി എഴുതിയെടുത്തു, PG എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുക എന്നൊക്കെ അറിഞ്ഞപ്പോഴേ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പോൾ പക്വതയുള്ള പെണ്ണായി എൻ്റെ അല്ലുവിൻ്റെ സൂപ്പർ മോമായി മാറിയിരിക്കുന്നു. ഞാൻ കഥകളെല്ലാം അറിഞ്ഞിരുന്നു. ഒരു കണക്കിന് ഞാൻ ജയിലിൽ പോയത് നന്നായല്ലേ. ഞാൻ അടുത്തുണ്ടായിരുന്നല്ലേ, എൻ്റെ പഠനവും നടക്കില്ലായിരുന്നു. ഇപ്പോഴും നീ പറഞ്ഞോണ്ട് നടന്നേനെ, അഭിയേട്ടാ എന്നെ എടുക്കെന്ന്. ഇത് കേട്ടതും ശ്രീ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവനെ ഇറുകെ പുണർന്നു. എന്തൊക്കെ നേടിയാലും നിങ്ങളൊന്നും വരില്ല എനിക്കൊന്നും. വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചത്. മോളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും. ആദ്യമൊക്കെ എനിക്ക് മോളെ ശരിക്കും ഒന്ന് എടുക്കാൻ പോലും പേടിയായിരുന്നു. പിന്നെ ഞാനെല്ലാം പഠിച്ചു. മോൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് തോന്നി. അവൾ അമ്മ എന്ന് വിളിക്കുന്നതിന് മുന്നേ അച്ഛൻ എന്ന് വിളിക്കണം എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അവളുടെ ഓരോ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുത്തായിരുന്നു. അത്രത്തോളം അവൾക്ക് അവളുടെ അച്ഛന് പ്രിയപ്പെട്ടതായി മാറി. നിങ്ങൾ വരുമ്പോൾ അവൾ അച്ഛൻ്റെ കുഞ്ഞിപ്പെണ്ണായിരിക്കണം എന്നെനിക്ക് തോന്നി. അവളുടെ കളിച്ചിരികൾ എന്നെ എവിടെ വരെ എത്തിച്ചു. ഇതൊക്കെയും കേട്ടത് അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. കണ്ണിലും മൂക്കിലും കവളിലും മാറി മാറി മുട്ടി. അവളുടെ ചുണ്ടോട് ചുണ്ട് ചേർത്തു. ഇരുവരും ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞുകൊണ്ടേയിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. 3 വർഷത്തെ വിരഹവേദന ആ ചുംബനത്തിലൂടെ ഇരുവരും ഒഴുക്കിക്കളഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന ശ്രേയ അവനിൽ നിന്നും അകന്നു മാറി അലുവിനെ നോക്കിയപ്പോൾ കുഞ്ഞ് ഇരുവരുടെയും പ്രവർത്തികൾ നോക്കിയിരിപ്പാണ്. ശ്രേയ ചുണ്ടുമെല്ലെ തുടച്ചു കുഞ്ഞിനരികിലേക്ക് നടന്നു. അബിയാണെ ചൂണ്ടുവിരലാൽ നെറ്റിത്തടം ഒന്ന് ഒഴിഞ്ഞു ശ്രേയൊന്ന് നോക്കി. അമ്മയുടെ അല്ലുവാവ ഇവിടെ കുഡ്ഗേളായിരിക്കുവാണോ? അച്ഛനോട് എന്താ മിണ്ടാത്തത് എന്നും പറഞ്ഞ് അവളെ എടുത്ത് മടിയിലിരുത്തി അബിയെ നോക്കി. അന്നേരം അബിയും അവളോട് ചേർന്നിരുന്നു. കുഞ്ഞിനെ അവളിൽ നിന്ന് വാങ്ങി ബെഡിൽ മലർന്നു കിടന്നു അല്ലുവിനെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ചു. അബിയുടെ കാൽഭാഗം താഴെയും അരക്ക് മുകളിൽ ബെഡിലുമായാണുള്ളത്. അവൻ്റെ നെഞ്ചിലായി അല്ലു. കുറച്ചു നേരം അടങ്ങിക്കിടന്ന അല്ലു മെല്ലെ തലപൊക്കി നോക്കി. എന്നിട്ട് കുഞ്ഞി കയ്യാൽ അവൻ്റെ മുഖമൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. മീശ പിടിച്ച് നോക്കുന്നുണ്ട്. കുറ്റി താഴെയിലൂടെ വിരൽ ഓടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മുഖത്ത് ഉമ്മ വെച്ച് കഴുത്തിലൂടെ കൈയിട്ട് വീണ്ടും നെഞ്ചോട് ചേർന്ന് കിടന്നു. ഇത് കണ്ട ശ്രേയയും അവരോട് ചേർന്ന് കിടന്നു. ഒരു കയ്യാൽ അബി അവളെ പൊതിഞ്ഞു പിടിച്ചു അവളുടെ മൂർത്താവിൽ ചുണ്ടമർത്തി. അവിടെ നിന്ന് ഭക്ഷണമൊക്കെയും കഴിച്ചു അബി ശ്രേയയും കൊണ്ട് നേരെ പോയത് നെസ്റ്റിലേക്കാണ്. ഇറങ്ങാൻ നേരം അവരുടെയൊക്കെ കണ്ണ് ശരിക്കും നിറഞ്ഞു. വിച്ചുമാമയെ വിട്ടുവരാൻ അല്ലുവിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. നെസ്റ്റിൽ അവിടെ അബിയുടെ അമ്മയും അനുവൊക്കെയും അവരെ കാത്തു നിൽപ്പായിരുന്നു. 3 പേരെയും ആരതി ഒഴിഞ്ഞ് ലക്ഷ്മിയും അകത്തേക്ക് കയറ്റി. അല്ലു അനുവിൻ്റെ മേലേക്ക് ചാടി കയറി. അബി അമ്മയെ ഇറുകെ പുണർന്നു. ഇരുവരുടെയും കണ്ണ് നിറഞ്ഞു. അനുവിനെ ചേർത്ത് പിടിച്ചു. അന്നേരം അല്ലു അവൻ്റെ മേലേക്ക് ചാടിക്കയറി. അച്ഛ, ഇത് ആരുടെ വീടാ? നമ്മുടെ വീടാണല്ലോ. അല്ലൂസിന് ഇഷ്ടമായോ? പക്ഷേങ്കിലേ എനിക്ക് അവിടെയാണ് കൂടുതൽ ഇഷ്ടം. അവിടെ വിച്ചുമാമ ഒറ്റക്കാവില്ലേ? ഇനി വിച്ചുമാമയുടെ കൂടെ ആര് കളിക്കും? വിച്ചുമാമയെ മോൾക്ക് ഒത്തിരി ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. വിച്ചുമാമ മോളുടെ കൂടെ കളിക്കും, മോൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചരും. ബീച്ചിൽ കൊണ്ടുപോകും, പാർക്കിൽ കൊണ്ടുപോകും, സിനിമയ്ക്ക് കൊണ്ടുപോകും. നമ്മൾ ഐസ്ക്രീം കഴിക്കും. വിച്ചുമാമയുടെ കൂടെ ബൈക്കിൽ ചുറ്റിയടിക്കും. അമ്മ അലുവിനെ എങ്ങോട്ടും കൊണ്ടുപോവില്ല. അബിക്ക് മനസ്സിലായി വിശാൽ കുഞ്ഞിനെ ഒരു കുറവും അറിയിക്കാതെയാണ് കൊണ്ടു നടന്നതെന്ന്. കൂടാതെ ആ പൊട്ടിപ്പെണ്ണിൽ നിന്നും ശ്രേയ ഇന്നത്തെ ശ്രേയായി മാറിയത് അവനൊരുത്തൻ കാരണമാണെന്ന് അവന് മനസ്സിലായി.
ജയിലിൽ തന്നെ കാണാൻ വരുമ്പോഴൊക്കെയും കുഞ്ഞിൻ്റെ ഓരോ വിശേഷവും അവൻ പറയും. കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിക്കും, വീഡിയോ കാണിക്കും. എല്ലാം കൊണ്ടും അവൻ ശരിക്കും ഈ 3 വർഷം തന്നെ ഞെട്ടിക്കുകയായിരുന്നു. അഭി ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. ആണോ, ഇനി അച്ഛൻ കൊണ്ടുപോവാലോ അല്ലൂസിനെ? എങ്ങോട്ടാ പോവേണ്ടെന്ന് വെച്ചാലേ പറഞ്ഞാൽ മതി കേട്ടോ, എവിടെ വേണാലും നമുക്ക് പോവാം. അപ്പം അല്ലുവിന് അനുവാൻ്റി ഇഷ്ടമല്ലല്ലേ? അനുവാൻ്റിയും ഒത്തിരി ഇഷ്ടമാണ്. അപ്പം അല്ലു പോകുന്നിടത്ത് അനുവാൻ്റിയും കൊണ്ടുപോകണേ. അനുവാൻ്റിയും അച്ഛമ്മയും എല്ലാവരെയും കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അവൾ കുലുങ്ങി ചിരിച്ചു.